അച്ഛൻ ഫ്രണ്ട് ഇരുന്നാണോ? അയ്യോ. ഹായ് ഗൈസ്, വ്ളോഗിംഗ് വ്ളോഗ്സ് അക്ഷയ് ഫ്രണ്ട്സ്. ഞങ്ങളൊരു ട്രിപ്പ്, സഡനായി ട്രിപ്പ് പ്ലാനിങ് ആയിരുന്നു. ഞങ്ങൾ വാഗമൺ വരെ പോവാണ്. അപ്പോൾ പൊളിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇപ്പോൾ കാറിൽ എണ്ണ അടിക്കുകയാണ്. എണ്ണ അടിച്ചു കഴിഞ്ഞിട്ട് കാറിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെവിടെ പോകുന്നതിന് മുമ്പും എയറും പെട്രോളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ, അല്ലെങ്കിൽ പണി വീഴുന്നതാണ് നമുക്ക്. ഗൈസ്, വിന്നി, എൻ്റെ അനിയൻ, ബ്രദർ അഭിജിത്ത്. അപ്പോൾ ഞങ്ങളൊരു നല്ലൊരു ട്രിപ്പായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. വാവ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ എങ്ങനെ സൂം ചെയ്തെടുക്കാമെന്ന്. വാവ്, ഈസ് ദിസ് ചന്ദ്രൻ? യെസ്, ദിസ് ഈസ് ദ ചന്ദ്രൻ. മൊത്തം ആണ് ഇവിടെ മൊത്തം. ആ ചന്ദ്രനിലൊരു വെട്ടമൊക്കെ ഉണ്ട് സൈഡിലാണ്ട്. അത് ഡീറ്റെയിൽ ആണ് മോനെ. അപ്പൊ ഏതൊരു കഷ്ണം പോയിട്ടുണ്ടോ അതിനകത്ത്? അപ്പൊ ഏതൊരു കഷ്ണം അതിനകത്തൊന്നും പോയിട്ടുണ്ടോ? എല്ലാ ട്രിപ്പിലും ബാക്കിലിരുന്ന് വൈബടിക്കുന്ന ഒരു സുഹൃത്ത് ചെയ്യുന്ന ആ കാര്യം തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സുഖമായിട്ട് ഉറങ്ങണം. അപ്പോൾ ഗൈസ്, വി റീച്ച്ഡ് വാഗമൺ. രാവിലെ വെളുപ്പിന് 6 മണിയാണെന്ന് തോന്നുന്നു. 6 മണി 7 മണിയൊക്കെ ആയപ്പോഴേക്കും, 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ വാഗമൺ എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഓഫ് സീസണാണ് തോന്നുന്നു. ഒറ്റ മനുഷ്യനില്ല റോഡിലോ കാട്ടിലോ, ഒന്നും ആരുമില്ല. എന്തോ ചെയ്യാനകത്ത് പറഞ്ഞു ഞങ്ങളിങ്ങനെ പേരാപ്പായ റോട്ടിലൂടെ നടക്കുന്നു. വിഷ്വൽ കൊണ്ട് എപ്പോഴും സ്റ്റണ്ടിങ് ആണ് ഈ വാഗമൺ. കുറേ എക്സ്പീരിയൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പോവാം. മറ്റേ കട്ടപ്പ ഒറ്റ മൈൻഡ് രാത്രി ഇങ്ങനെ ഇരുന്നപ്പോ പോകുന്നു. കൊട്ടൻ ലോട്ടറി അടിച്ച അവസ്ഥയായിരുന്നു. ഇവിടെ സ്കൂളുണ്ട്, സ്കൂള് ഗവൺമെന്റ് ഉണ്ട്. ഏറ്റുവേട്ട, പാല, ഏറ്റുമാനൂര്. കണ്ടോ അച്ഛൻ ഫ്രണ്ട് ഇരുന്നാണോ? അയ്യോ. നമ്മളിപ്പോൾ വാഗമൺ ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. പൈപ്പോഴ ചായ കുടിച്ചിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. എന്തൊക്കെയോ സോറി ഞാനും ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തിനെടുത്തേ പണ്ട്? ഇപ്പൊ മറ്റേ ഇല്ല
അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ വാഗമണ് ഒരു സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്പോട്ട് എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് നമ്മൾ താമസിച്ചിരുന്ന സ്ഥലവും ആണ് അപ്പുറത്ത് ഒരു സ്ഥലം. അപ്പോൾ ഞാനവിടെ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട് ഇവിടെ സീസണത്തിൽ ഞാനവിടെ ഈ റൂമിൽ നിന്ന് നേരെ രാവിലെ ഒരു 6:30-7 മണിയൊക്കെ പുറത്തിറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ട് നമ്മളൊരു പാട്ടൊക്കെ ഇട്ടിട്ട് ദേശാന്തി നീ ആ പാട്ടൊക്കെ ഇട്ടിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഈ ലൊക്കേഷൻ വന്നിട്ട് ഒരു ഇരിപ്പിരിപ്പിക്കും. എന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതൊരു 1.5 കാഴ്ചകളാണ്, അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് നൊസ്റ്റാൾജിയ ഒപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വാവ് ഫീൽ ഗുഡ്. നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാഗമണ്ണിലോട്ടൊക്കെ വരുന്ന വണ്ടികൾ നമുക്കിരുന്ന് കാണാം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവിടെ വന്നിരുന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഓക്കെ, അടുത്ത സ്ഥലത്തോട്ട് പോകാം. സംശയം അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തങ്കൽപ്പാറയിലാണ്. തങ്കൽപ്പാറയിലെ ന്യൂസ് റിപ്പോർട്ടറാണ് വന്നിരിക്കുന്നത്. യെസ്, നമ്മൾ മല കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളിയാണ് ഈ മല മൊത്തം, നമുക്ക് കയറേണ്ടതാണ്. സൂപ്പറായിരിക്കും, പൊളിയായിരിക്കും. കയറി നോക്കാം എന്താവുമോ. പൊളിക്കുന്നുണ്ട്. തേയിലത്തോട്ടങ്ങൾ തിങ്ങി നിൽക്കുന്ന വാഗമൺ, മുട്ടക്കുന്നുകൾ തിങ്ങി നിൽക്കുന്ന വാഗമൺ, ആളുകൾ വെയിലത്ത് നടന്നു പോകുന്ന വാഗമൺ. കൊഴുപ്പിൻ്റെ അളവ് പറയും. Yeah. Woo. This is called wow. 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 അടിപൊളി. അപ്പോഴായിരുന്നു ദൂരത്തു നിന്ന് ഒരാൾ പുകവലിച്ച് ആളുകളെ നോക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടത്. അപ്പോൾ നമ്മൾ കുന്നുമ്മയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോൾ യാത്ര കുന്ന് ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇവിടെ ചായയുടെ തമിഴുണ്ടോ? ഒറ്റ അക്ഷരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ പോകുന്നത് ഒരു അഡ്വഞ്ചർ പാർക്കിലോട്ടാണ്. നമ്മൾ പണ്ട് ജോലി ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്നതിന് ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വരും. നോക്കട്ടെ, അത് 9:00-ക്കാണ് തുറക്കുന്നതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഷാർപ്പ് 9:00 ആയെന്നാണ് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും, ഫണ്ണായിരിക്കും. പാട്ടിട്ട് നമുക്ക് വൈബായിട്ട് പോകാം. darling, be
ജയ് ഗോമാതാ. വാഗമൺ ഫ്ലവർ ഗാർഡൻ, ഫ്ലവർ ഗാർഡൻ. നമ്മൾ ഫ്ലവർ ഗാർഡനിലോട്ട് കയറുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജുകൾ, ഊഞ്ഞാലുകൾ, ഓരോരോ കാഴ്ചകളും കണ്ട് നമ്മളിങ്ങനെ നടക്കുന്നു. നമുക്ക് പക്ഷേ ഇതിലൊന്നും കയറേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചും കൂടെ വേറുള്ള ആൾക്കാരെ കണ്ട് ഇതിലൊന്നും കയറേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നല്ല വൈബായിരിക്കും. ബട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ളവരൊക്കെ അന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുക. അടിപൊളിയാണ്. നമ്മൾ പാർക്കിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. പുള്ളി വൈബാണെന്നൊന്നുമില്ല, ചുമ്മാ വെയിലും കൊണ്ട് നട്ടപ്രാന്ത്. വെയിലത്ത് വാഗമണ്ണ്, തലയ്ക്ക് മുകളിൽ സൂര്യൻ, താഴെ നമ്മൾ പ്രാന്ത്. വേറൊന്നും പറയില്ല ഇതിനൊന്നും. ഫുൾ ഗൈസ്. സോ ഒറ്റ മൈൻഡ്. ആ പുതിയ പിള്ളേരുടെ ജെൻസിയുടെ വേർഡാണല്ലോ ഒറ്റ മൈൻഡ്. അത്രേ ഉള്ളൂ സീൻ. പൊള്ളി. നമുക്ക് കണ്ടില് ഫണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റിയ പാലങ്ങളും കാടുകളും മലകളും ഒക്കെ ചാടി കയറുന്ന നമ്മൾ കയറുന്നതാണ്. പരിപാടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനൊക്കെ കോപ്പിറൈറ്റ് കിട്ടുമോ? പ്രത്യേകതരമായൊരു കാഴ്ച നമ്മുടെ കണ്ണിൽ പതിഞ്ഞത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിന്നൽ മുരളി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ബസ് കൊണ്ട് നിർത്തിയിട്ട് മിന്നൽ മുരളി ചാടി രക്ഷിക്കത്തില്ലേ, ആ നിർത്തുന്നിടം വരെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. അടിപൊളിയാണ്. ഇപ്പം കിട്ടിയതാണ്. പിന്നെ ഇവിടെ പാരാഗ്ലൈഡിങ് പരിപാടികളുണ്ട്, അപ്പുറത്ത് നടക്കുന്നുണ്ട്. കാറ്റില്ലാത്തതുകൊണ്ട് എല്ലാവരും അടക്കി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അടങ്ങിയിരിക്കുക. പാരാഗ്ലൈഡിങ് പറന്നുകൊണ്ടിരിക്കുന്നതാണ്. അത്യുത്തമമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേസിങ് അടിപൊളിയാണ്. അവിടെ ഇവിടെ റേഞ്ച് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ റേഞ്ച് കിട്ടി. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വ്യൂ പോയിന്റിലാണ്. വ്യൂ പോയിന്റ് കയറാൻ വേണ്ടിയുള്ള പോക്കിലാണ്. ഇവിടെ തന്നെ നമുക്ക് സൈക്ലിങ്ങും കാര്യങ്ങളും പരിപാടി കാണാം. കേറി പോവട്ടെ. കേറിക്കൊണ്ട് കേറിപ്പോട്ടെ. നടക്കുവാണ് മൊത്തത്തിൽ. നമുക്കതുപോലെ ടോപ്പ് ഇറ്റ്സ് റെഡി. ഫക്കിങ് അടിപൊളി. ഇന്നൊന്നും ഇല്ല, കൊള്ളാം, കുഴപ്പമില്ല അല്ലേ ഗൈസ്? നോക്കൂ മാനത്തൊരു മൈന. അടിപൊളി. കോട്ടയം കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കോട്ടയം കണ്ടോ? അങ്ങ് ദൂരെ കാണുന്ന കോട്ടയം.
ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ പല പല കാഴ്ചകൾ ഇപ്പോൾ കാണാൻ വന്നതാണ്. അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നിന്നും വിട പറയുകയാണ്. വണ്ടിയിൽ കയറിയതാണ്. Now we are going to ഇല്ലിക്കൽക്കൽ. അയ്യോ ചുട്ട വെയില് കാറിനകത്ത് പഴുത്ത് വയ്യാതിരിക്കുകയാണ്. അടിപൊളിയായി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ. അയ്യോ അവിടെ ചെല്ലണം. ഞങ്ങൾ ഇപ്പൊ ഒരു വലിയ മല കയറിക്കൊണ്ടിരിക്കുക. ഒരു മണിക്കൂറും കൊണ്ട് കയറിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് അറിയത്തില്ല. വല്ലാത്ത വെയിൽ, വല്ലാത്ത ക്ഷീണം, നല്ല അമ്മേ അവശനായി. കണ്ടോ അത് കണ്ടോ അവിടെ പോണം. നമ്മൾ റീച്ച് ആയിരിക്കുന്നു ഇല്ലേക്കല്ല്. ഇനി 2 മണിക്കൂർ ഇനി മുകളിലോട്ട് മല കയറണം. അതിന് മുമ്പ് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാം. ഇല്ലിക്കൽക്കല്ല് യാത്ര തുടരുന്നു. എന്ത് വില കൊടുത്തും നമ്മൾ കയറുന്നതാണ്. കയറിയിരിക്കും. വയ്യാതായി. എവിടേക്ക് പോണോ? സിഐക്കകത്ത് നടക്കുന്നേ. ഇവിടെ സിഐക്കകത്ത് നിന്ന് കാണും, ഇവിടെ സിഐക്കകത്ത് നടക്കും. അയ്യ ഈ നിലാവുകൾക്ക് കിണർ വലിച്ചും. അടിപൊളി, സൂപ്പർ. കഥച്ചു. സൂപ്പർ. I think we just crossed the border. Yes, crossing to the border. എത്തിയിരിക്കുന്നു. അടിപൊളി വ്യൂ ഒക്കെയാണ്. കിതപ്പ് അവിടെ കേൾക്കാം. Some shortcuts. Yes. നമുക്ക് നടക്കാനുള്ള സ്പേസ് മതി. എവിടെ വേണേലും പെട്ടെന്ന് എത്താൻ നോക്കണം. Do smart work, not yes. Remember Bill Gates when he said, You will only do lazy. Yes. Lazy persons to do hard work. Yes. Because lazy people will find it difficult. Lazy person. That's it. Finds a hard way. Easy way. Full. അല്ല റേഞ്ച് കിട്ടാൻ. റേഞ്ച് ഇവിടെ തന്നെ ഉണ്ട്. എല്ലായിടത്തും ചൂടല്ലേ? ഇല്ല, നമ്മള് എടുത്തിട്ടിട്ട് പൊക്കോളാ. അയ്യോ എല്ലാരും കളന്ന് അല്ലാതെ ഇരിക്കുകയാണ്. നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ വിചാരിച്ചു വന്നതാണ്. ഏയ് പിന്നെ
അതെന്തായാലും ഉണ്ടാവും. ഐസ് ബോക്സ് ഇല്ല. അപ്പോൾ ക്ലൈമ്പിങ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. കല്ലേ ഇല്ലിക്ക കല്ലേ എന്തേസ് ഇത് അയ്യോ ഒന്നുമില്ലേ ഇംഗ്ലീഷ് വേണ്ട. അമേസിംഗ് ആണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ക്ലൈംബ് എവർ ഐ ഹേർഡ് ഡൺ. അത് അത്ര അടിപൊളി. വാവ്, കവിത പോലെ മനോഹരം. അടിപൊളി. നടക്കാൻ വയ്യേ കാലേ. നിനക്ക് പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. പോകുന്ന വഴി എത്ര മനോഹരമാണെന്ന് അറിയാനില്ല. നമുക്കൊന്ന് പിന്നിലോട്ട് നോക്കിയാൽ മതി. ഇത്രയും ദൂരം നമ്മൾ കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്യുന്നത് നല്ല വഴികൾ നല്ലതിലേക്ക് എത്താനായിരുന്നു. യെസ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു. ദിസ് ഓൾ വാട്ട് വി ഹാവ്. ഇല്ലിക്കക്കൽ അത് കാണാനാണ് വന്നത്. നമുക്ക് ഇവിടം വരെയാണ് മാർഗം തന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് കണ്ടോണം. കണ്ടല്ലോ, നീ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത് കേട്ടല്ലോ. പാരാഗ്ലൈഡിംഗ് സ്കീം ഉണ്ടായിരുന്നെങ്കിൽ പോവായിരുന്നു. സൂപ്പർ. ഇല്ലിക്കക്കൽ വൈബ്, പൊളി, ചൂട്, കാറ്റില്ല, സൂപ്പർ ഹോട്ട്, ഹീറ്റ്, ഹോട്ട്, ബേൺ, ഫുൾ അടിപൊളി. അങ്ങനെ ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ വന്നു, കല്ല് കണ്ടു, 2-3 പിക്ക് എടുത്തു. ഇനി വേറൊന്നും കാണാനില്ല. വി ജസ്റ്റ് മൂവ് ഓൺ. തിരിച്ച് പോവാണ്. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ എന്താ ഗൈസ് പറയേണ്ടത്? ഇവിടെ പിന്നെ സെക്യൂരിറ്റിക്കാരൊന്നും ഇവിടെ അതിനകത്ത് നിന്നോണ്ട് പിന്നെ കുഴപ്പമില്ല. ഡ്രോപ്പിംഗ് ഡൗൺ. ഞങ്ങൾ തിരികെ പോവുകയാണ്. നടന്ന് മൊത്തം ഇറങ്ങണം. കട്ട കൊള്ളാം, എല്ലാം കൊള്ളാം, മിക്സ് ചെയ്തതെല്ലാം കൊള്ളാം. இந்த ബീജം ഏത് പടത്തിലും കേട്ടിരിക്ക? അല്ല, കുറച്ച് ഹൈ മൊമെന്റ്സിന്റെ പോർഷൻ ഒന്നും ആയിട്ടില്ല. ഇപ്പൊ ഒരു ന്യൂട്രൽ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് കണ്ടോണ്ടിരിക്കും ഉറക്കം വരും. റോഡിൽ കൂടെ പോടാ. നമ്മള്